ഞങ്ങൾ കുറച്ച് അനുകരണത്തിലേക്ക് കടക്കുകയാണ്. പഴയതും പുതിയതുമായിട്ടുള്ള കുറച്ച് സിനിമാ നടന്മാരുടെ ശബ്ദാനുകരണം നടക്കുകയാണ്. ഞാൻ അതിനു വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സനോജിനെയും കൂടി ക്ഷണിക്കുകയാണ്. സനോജ് പ്ലീസ്. ഓക്കെ സനോജ്, ആദ്യമായിട്ട് ആരെയാണ് അനുകരിക്കാൻ പോകുന്നത്? നമസ്കാരം. അപ്പോൾ ഈ വേദിയിൽ നിൽക്കാൻ കഴിയുന്നതിന് വലിയൊരു ഭാഗ്യമാണ്. കൊച്ചു കുട്ടികൾ പ്രസന്റ് ചെയ്ത വേദിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പഴയ തലമുറയിൽ നിന്ന് പുതിയ തലമുറയിലേക്ക് അതെ, ഓക്കെ. പഴയ കാലത്തുനിന്ന് പുതിയ തലമുറയിലേക്ക്. ഓക്കെ. ആദ്യമായി മലയാള സിനിമയിലെ എക്കാലത്തെയും ആക്ഷൻ ഹീറോ ശ്രീ ജയൻ, അദ്ദേഹത്തിന്റെ അങ്ങാടി എന്ന ചിത്രത്തിലെ ഒരു ഇംഗ്ലീഷ് ഡയലോഗ്. അങ്ങാടി എന്ന ചിത്രത്തിലെ ഇംഗ്ലീഷ് ഡയലോഗുമായി നമ്മുടെ ഏവരുടെ ഇന്നും ചലച്ചിത്ര പ്രേമികളുടെയും എന്താ പറയുക സിനിമാ പ്രേമികളുടെയും മനസ്സിൽ ജീവിക്കുന്ന ഒരു അതിഗായകനാണ് നമ്മുടെ ജയൻ സാർ. ജയൻ സാറിന്റെ അങ്ങാടിയിലെ ആ ഇംഗ്ലീഷ് ഡയലോഗ് അല്ലേ? ഓക്കെ. Maybe we are poors, coolies, trolley pullers, but we are not beggars. You enjoy this status in life because of power status cash. Let it be the last time. If you dare to say that the word once more, I will pull up your bloody tongue. Sorry, sir. Thank you. അടുത്തതായിട്ട് മലയാള പഴയ സിനിമയിൽ സ്ഥിരം ബലാത്സംഗം മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒരു നടനുണ്ട്. ആരാണ്? ശ്രീ ജോസ് പ്രകാശ്. ജോസ് പ്രകാശ് സാർ. അതെ, അദ്ദേഹത്തിന്റെ ഭീകരമായ വോയിസ് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അതെ. എന്നാൽ അദ്ദേഹം കരഞ്ഞുകൊണ്ട് അഭിനയിക്കുമ്പോൾ വേറൊരു വോയിസ് ടോൺ ആണ്. അതെ, ജോസ് പ്രകാശ് സാർ കരഞ്ഞുകൊണ്ട് അഭിനയിക്കുമ്പോഴത്തേക്കുള്ള ടോണാണ്. അതെ, മുതിർന്നവർക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ. ഓക്കെ. ലക്ഷ്മി, എന്നോട് ക്ഷമിക്കൂ ലക്ഷ്മി. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് ശിക്ഷ ലഭിച്ചു മക്കളെ. മക്കളെ, അച്ഛൻ സിംഗപ്പൂരിൽ പോയതിനു ശേഷം നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ല മക്കളെ. മക്കളെ. താങ്ക് യു. അടുത്തതാരാണ്? അടുത്തതായിട്ട് മലയാള സിനിമയിൽ സ്ഥിരം പോലീസ് കഥാപാത്രങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുകയും പോലീസ് കഥാപാത്രങ്ങളിലൂടെ ഏറെ ശ്രദ്ധയെ ആകർഷിച്ച ശ്രീ KPSC അസീസ് സാർ. ഓക്കെ. ആഹാ, പണിക്കര് സാറൊന്ന് ചുമ്മാതിരിയെന്നേ. യവക്കട തള്ളേനെ ഞാൻ അറിയും. ജാനു എന്റെ ഒരു പഴയ പറ്റുവടിക്കാരിയല്ലായിരുന്നോ? നീ ആളങ്ങ് വളർന്നുവല്ലോടി കൊച്ച്. 1-2 മണിക്കൂറിനകം കടയാടി ബാബിയും തമ്പിയും ബാംഗ്ലൂരിൽ നിന്ന് എത്തും. പിന്നെയാ കളി. അല്ല പിന്നെ. അടുത്തതായിട്ട് മലയാള സിനിമയിൽ എക്കാലത്തെയും ചിരിയുടെ അമരക്കാരൻ ശ്രീ ജഗതി ശ്രീകുമാർ. ഓക്കെ. അമ്പിളി ചേട്ടൻ. എന്താണ് ഇത്? വിദ്യാപതിയുടെ തുറക്കുവിട്ടോ ഒരു തമ്പാളെടുത്തെറിയത് മറ്റവൻ അടിച്ച് കളയത്. അടിച്ച് കളിക്കാനാണ് പിന്നെ പുല്ല് എത്രയുടെ കളിക്കണത്? പോയി കിടന്ന് ഉറങ്ങുവേണ്ടേ. താങ്ക് യു വെരി മച്ച്. അടുത്തതാരാണ്? അടുത്തതായിട്ട് കോളേജ് കുമാരിമാരുടെ സ്വപ്ന കാമുകൻ ശ്രീ മാമുക്കോയ. ഓക്കെ. ശ്രീ മാമുക്കോയ സർ. നല്ലതായിട്ട് മോനെ, നിന്നെ തല്ലാനോ കൊല്ലാനോ അല്ല നമ്മൾ വന്നത്. മോളെ സൈഡ അന്റെ കാര്യം നമ്മളെത്തുന്നത് അന്ന് ഉമ്മാന്റെ കാര്യം അത് നമ്മളെ വാപ്പയേറ്റ്. അടുത്തതായിട്ട് ഇനി കുറച്ച് ന്യൂ ജനറേഷൻ വോയിസ് ആണ്. അതിലാദ്യമായിട്ട് ഇപ്പോഴത്തെ യൂത്ത് ഐക്കൺ ശ്രീ പൃഥ്വിരാജ്, അദ്ദേഹത്തിന്റെ പുതിയ മുഖം എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗാണ്. പൃഥ്വിരാജ് പുതിയ മുഖം എന്ന ഹിറ്റ് സിനിമയിലെ ആക്ഷൻ സിനിമയിലെ. ഓക്കെ. തള്ളി തോൽപ്പിക്കാനോ ജയിച്ചു കാണിക്കാനോ വന്നല്ല ഞാൻ. ജീവിക്കാം. താളം കൊട്ടി മാത്രം ശീലിച്ച ഒരു ശുദ്ധ ബ്രാഹ്മണനാണ് ഞാൻ. എന്റെ കാലിന്റെ കീഴ് ഇപ്പം നിന്റെ നെഞ്ചുടുക്കിന്റെ താളം ഞാനൊന്നാഞ്ഞ് ചവിട്ടിയാൽ കച്ചേരിക്ക് കൊട്ടി നിർത്തുന്ന പോലെ ഏതും നിലയ്ക്കും. താങ്ക് യു വെരി മച്ച്. ഓക്കെ. അടുത്തതാരാണ്? അടുത്തതായിട്ട് ഇപ്പോഴത്തെ നാഷണൽ വിന്നർ ശ്രീ ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ. ഓക്കെ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മൾ എന്നെ ഷെഫ് ആവണമെന്നല്ല, MBക്ക് പഠിക്കാനാ. ഉപ്പ ഓളങ്ങള് ബിരിയാണിയും കഴിച്ച് നിൽക്കാൻ കഴിച്ചു പോയില്ലേ ഉപ്പ. പെസ എനിക്കിന്റെ പിറകെ നടക്കാനല്ല, കൂടെ നടക്കാനാ എനിക്കിഷ്ടം. താങ്ക് യു വെരി മച്ച്. അടുത്തതായിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ഹിറ്റ് ആയിരുന്നു പ്രേമം സിനിമ. അതിനകത്ത് വിമൽ സാറിന്റെ റോള് കൈകാര്യം ചെയ്ത ശ്രീ വിനയ് ഫോർട്ട്. വിനയ് ഫോർട്ട്. ഓക്കെ. ഇപ്പൊ അതേ കോമഡി സീരിയസും രണ്ട് എല്ലാം ഒരുപോലെ ചെയ്യുന്ന ഒരു നടനാണ്. പ്രേമ സിനിമയുടെ ഡയലോഗുമായി വിനയ് ഫോർട്ട്. ഓക്കെ. വളരെ സിമ്പിളാണ്, പവർഫുൾ. മനസ്സിലാവുന്നുണ്ട്, അഞ്ജലിക്ക് മനസ്സിലാവുന്നു ജാവ എന്താന്ന്. ഇപ്പോ ജാവ സിമ്പിളാണ്, പവർഫുൾ, പിന്നെ റോബസ്റ്റ് ആണ്. പഴമല്ല, റോബസ്റ്റ് എന്ന് പറയുമ്പോ എവറിത്തിങ് ദ റോബസ്റ്റ്നെസ് ഈസ് ലക്ഷറി ഇൻ ദിസ് ടൈം ഓഫ് അഡ്വഞ്ചറസ് ഓറിയന്റഡ്. ഇത് ഈ പേജിലുണ്ട്. നല്ലൊരു സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, മനസ്സിലാവും.
ഓക്കെ, താങ്ക് യു. അടുത്തതാരാണ്? അടുത്തതായിട്ട് അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തില് ആ. പൃഥ്വിരാജിന്റെ അച്ഛനായിട്ട് അഭിനയിച്ച ശശി കലിംഗ. ശശി കലിംഗ സാർ. ഓക്കെ. രമണൻ, ഈ നാട്ടില് ആർക്ക് കാശിന് ആവശ്യം വന്നാലും ഓടി എന്റെ അടുത്ത് വരും. ഞാനാ ഈ നിലവറയുടെ കാവൽക്കാരൻ. താങ്ക് യു. താങ്ക് യു. അടുത്തതാരാണ്? അടുത്തതായിട്ട് 1983 എന്ന ചിത്രത്തില് നിവിൻ പോളിയുടെ അച്ഛനായിട്ട് അഭിനയിച്ച ശ്രീ ജോയ് മാത്യു. ജോയ് മാത്യു സാർ. പ്രശസ്ത ഒരു സംവിധായകനും കൂടിയിട്ടാണ് അദ്ദേഹം. അതെ. ജോയ് മാത്യു സാർ. ഓക്കെ. എടോ, നാട്ടുമ്പുറത്തൊരു മോട്ടോർ മെക്കാനിക്കായിട്ടിരുന്നിട്ട് എന്ത് കാര്യം ദിവാകര, ഇവനെ ഒരു എഞ്ചിനീയർ ആക്കണമെന്ന എന്റെ ആഗ്രഹം. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിക്കാൻ പഠിക്കണ ടീച്ചർമാര് പറയുന്നുണ്ട്. തൃശൂർ ഭാഷ കൈകാര്യം ചെയ്യുന്ന സുമത് സുഗതൻ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റുണ്ട്. ഓക്കെ. എടാ മോനെ ജോസ്പേട്ടന് നിന്നോടൊരു പിണക്കോ ഇല്ല. നീ നന്മല്ലോണാടാ, നീ നന്നാവും. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ തമിഴ് ചലച്ചിത്ര വേദിയിൽ നിന്നും ഒരാളെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ആ. ശ്രീ ഇളയ തലപതി വിജയ്. വിജയ് സാറിന്റെ വോയിസ് ആണ്. ഓക്കെ, നോക്കാം. വേദനായക, நீ போட்ட என்கவுண்டர் பிளான் தப்பிச்சு காலேஜுக்கு போன, படிக்க இடையிலாட்டா. ஹாஸ்டலுக்கு போன, படிக்க இடையிலாட்டா. என்ன பண்றது ஏது பண்றது தெரியாம தான் உன்னை தேடி வந்தேன். ஆனா நின்ன கூட்டிட்டு போய் சுத்தி சுத்தி കൊടുത്തിയ ഒരു ഉപദേശം ആടിപ്പോയ അർജുന് കൃഷ്ണൻ കൊടുത്ത കീ മാതിരി. അടുത്തതായിട്ട് നമ്മുടെ പഴയ പ്രതിപക്ഷ നേതാവും ശ്രീ അച്യുതാനന്ദൻ സാറ് ഈ വേദിയിൽ വരികയാണെങ്കിൽ. ലാൽ സലാം, വളരെ സന്തോഷമുണ്ട് ഡ്രീം പാർക്കിന്റെ ഈ ഓണാഘോഷ പരിപാടിയിൽ ഇവിടെ വരുവാനും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്റെയും എന്റെ പാർട്ടിക്കാരുടെയും ഡ്രീം സ്കൂളിന്റെ പേരിലും ഓണാശംസകൾ. അടിപൊളി. താങ്ക് യു വെരി മച്ച്.